ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ടേബിൾ മേക്കോവറാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാം ഞാൻ സെറ്റാക്കി ഇട്ടേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഫുൾ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട്. ഗ്ലിറ്റർ ഉണ്ട്, പിന്നെ ഒരു ഷാർപ്നർ ഉണ്ട്, പിന്നെ അക്രിലിക് പെയിൻറ്റ് 3 ഉണ്ട്, പിന്നെ ഗ്ലൂ. ഇത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തൊരു ഗ്ലൂ ആണ്. പിന്നെ പേപ്പർ കട്ടേഴ്സ് ഞാൻ ഉണ്ടാക്കിയതും ഉണ്ടാക്കാത്തതും വാങ്ങിച്ചതും എല്ലാം ഞാൻ തിരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളത് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ അടുത്തത് ഒരു ഓർഗനൈസറിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഓർഗനൈസർ വന്നിട്ട് കുറച്ച് 2 ട്രാൻസ്പെറൻറ്റ് കേസാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റേഷനറി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്റ്റേഷനറിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അടുത്തത് വന്നിട്ട് നമുക്ക് വെക്കേണ്ടത് ഫെവിക്കോളാണ്. നമ്മളുടെ മെയിൻ പരിപാടി അതാണ്. ഞാൻ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഫെവിക്കോൾ എനിക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനൊരു ഓർഗനൈസറുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് കൊടുക്കാം. അപ്പം അതിനകത്തായിട്ട് നമ്മൾ കുറച്ച് സ്റ്റേഷനറി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളതൊരു കോർണറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് അതിൻ്റെ തന്നെ വേറൊരു സ്റ്റേഷനറി ഓർഗനൈസർ ആണ് ഞാൻ ചെയ്തെടുത്തത്. സ്റ്റേഷനറി ഓർഗനൈസറായിരുന്നു. അപ്പം നമുക്ക് അതിനകത്തേക്കും കുറച്ച് സ്റ്റേഷനറി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ കുറച്ച് സ്റ്റേഷനറി വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു കുക്കുംബർ ഷേപ്പിലുള്ള ഒരു സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മളുടെ കുറച്ച് സ്റ്റേഷനറിയാണുള്ളത്. നമ്മൾ ഇതിനകത്തേക്ക് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻസ് ബിന്ന് ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. തോനെയും ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫുള്ള് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയ കുറച്ച് മിനി സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു പെൻസിൽ സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും അല്ല. അപ്പോൾ അടിയിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അടി ഇത്രയും ഐറ്റംസ് നമുക്ക് മതി. പിന്നെ നമുക്ക് താഴെയല്ല മേളിൽ ഈ ഒരു സംഭവം പൊക്കി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ നീക്കിയിട്ട് കൊടുക്കാവേ. ഇപ്പം നമ്മളങ്ങോട്ട് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങേയറ്റത്തായിട്ട് നമുക്കൊരു കുഞ്ഞി കലണ്ടർ വെച്ച് കൊടുക്കാം. നമ്മൾ അങ്ങേയറ്റത്തൊരു കലണ്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഒരു കലണ്ടർ ഇതാണ് എൻ്റെ പൗച്ച് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ വേസാണ്. ബാക്കിലായിട്ട് ഇങ്ങനെ കൊടിയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ വേസാണ് ഇവിടെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫണ്ണി ഡെക്കോർ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഭരണിക്കുപ്പി പോലത്തെ ഒരു കുപ്പി വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഒരു ട്രോഫി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസും കൂടി വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് പേപ്പർ വെയ്റ്റ്സ് അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി ടേബിളിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളുടെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡാണ് നമ്മൾ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. അത് ഒതുക്കുന്ന ഒരു വീഡിയോ നമ്മൾ പിന്നെ ഒരു ദിവസം ഇടാം. ഇനി നമുക്ക് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് ഇരിക്കാൻ ചെയർ വേണമല്ലോ. നമ്മൾ ചെയറൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. Bye guys.